നമസ്കാരം, കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മൾ മറ്റൊരു എൻട്രൻസ് ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. നമുക്കിനി വരാൻ പോകുന്ന എൻട്രൻസ് എന്ന് പറഞ്ഞാൽ കീമാണ്. അത് കഴിഞ്ഞിട്ട് NDA 2 ആണ്. ഏറ്റവും കൂടുതൽ എക്സാം എഴുതാൻ ഉള്ള ഒരെണ്ണമാണ് NDA. കേരളത്തിൽ മാത്രമുള്ളതാണ് കീം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ രണ്ടിനും ഉണ്ട്. എന്നാലും നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ലെവൽ ഏകദേശം സിമിലറാണ് ഈ രണ്ടെണ്ണത്തിനും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് പഠിക്കുമ്പോൾ മറ്റൊന്നിനും എഴുതാൻ പറ്റുന്ന രീതിയാണ്. നമുക്ക് പക്ഷേ JEE ആയിട്ട് നോക്കുമ്പോൾ ഒട്ടുമേ ഇത് ചേരുന്നതല്ല. JEEയുടെ ലെവൽ വേറെ തന്നെയാണ്. അപ്പോൾ ഈ ലെവലിൽ നിന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. കുട്ടികൾക്കെല്ലാം പ്രയോജനപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തേക്കണം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. SN = cos raised to n theta plus sin raised to n theta. Then 3s4 minus 2s6. ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു കൊച്ചു ചോദ്യമാണ് കേട്ടോ, വലിയ പാടൊന്നുമുള്ളതല്ല. അപ്പോൾ SN ഈസ് ഗിവൺ. അപ്പോൾ SN ഇങ്ങനെയാണെങ്കിൽ S4 എന്തായിരിക്കും? N4 ആവുന്നു, അത്രയേ ഉള്ളൂ. S6 N6 ആവുന്നു. എന്തിനു മൈനസ് ചെയ്യുന്നു? ഒരു 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 3s4 മൈനസ് 2s6 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ബ്രാക്കറ്റ് കൊടുക്കണേ. S4 എന്ന് പറഞ്ഞാൽ SN, ദാറ്റ് ഈസ് cos raised to 4 theta plus sin raised to 4 theta മൈനസ് 2 ഇൻറ്റു അടുത്ത ബ്രാക്കറ്റ് S6 എന്ന് പറഞ്ഞാൽ cos raised to 6 theta plus sin raised to 6 theta. ഇനി ഇതിനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ മെത്തേഡുണ്ട്. ഈ cos raised to 4 theta plus sin raised to 4 theta എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു എക്സ്പാൻഷനാണ്, അല്ലെങ്കിൽ മറ്റൊരു വാല്യൂ ഉണ്ട്. 1 - 2 sin squared theta cos squared theta എന്നൊക്കെ ഉണ്ട്. അതുപോലെ ഇയാൾക്കും ഉണ്ടൊരു വാല്യൂ ഉണ്ട് കേട്ടോ, 1 - എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്നും പക്ഷേ നമുക്ക് ഓർക്കാനും പിടിക്കാനും ഒക്കെ ഇത്തിരി പാടാണ്. പക്ഷേ ഈ പ്രോബ്ലം നമുക്ക് വേറെ മെത്തേഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും സ്വീകരിക്കേണ്ടത് ആ രീതിയാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിന് വേറെ മെത്തേഡുണ്ട്. ഇതാണ്, ഇങ്ങനെ എല്ലാ ടൈംസിലും സൈനും കോസും ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാമോ? പുട്ട് തീറ്റ ഈക്വൽ ഒരു സ്യൂട്ടബിൾ ഡിഗ്രി അങ്ങ് കൊടുക്കണം. തീറ്റയ്ക്ക് 0 കൊടുത്തേക്കണം. 0 കൊടുത്താൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. നമുക്ക് ആൻസർ കിട്ടാത്ത രീതിയൊന്നും വരത്തില്ലല്ലോ. ഈ സമയത്ത് അങ്ങ് തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ നോക്കിക്കണം, ദാറ്റ് ഈസ് 3 ഇൻറ്റു ശ്രദ്ധിച്ചോണേ, തീറ്റ 0 ആകുമ്പോൾ sin raised to 4 തീറ്റ അല്ലേ? തീറ്റ അപ്പോൾ sin raised to 4 0 എന്നില്ലയോ? അപ്പോൾ sin 0 ഇതങ്ങ് 0 ആവും. ഇത് 1 ആവുകയും ചെയ്യും. അപ്പോൾ ഇത് 1 + 0. എന്തുകൊണ്ടാണ്? cos raised to 4 തീറ്റ 0 ആകുമ്പോൾ cos 0 raised to 4. വാട്ട് ഈസ് cos 0? 1. 1 raised to 4 is 1. അതുപോലെ sin 0 raised to 4. sin 0 is 0. 0 raised to 4 0. ഓക്കെ, മൈനസ് ഇവിടെ അതുപോലെ തന്നെയാണ്. ഇത് 1 ആവും, അടുത്ത എത്ര ആവും? 0. 6 ആണെന്നേ ഉള്ളൂ. പവർ 1 raised to 6, 0 raised to 6 എന്നാവും. ഓക്കെ, അപ്പോൾ ആൻസർ വരുമ്പോൾ 3 × 1 3, 2 × 1 2, ആൻസർ ഈസ് 1. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഈ പ്രോബ്ലം അങ്ങനെ ചെയ്യണം. ഈ രീതിയിൽ കൂടെ വേറെ മെത്തേഡുണ്ട്. നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ ഇയാൾക്ക് പകരം 1 - 2 sin square theta cos square theta എന്ന് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ 1 - 3 sin square theta cos square theta എന്നാണ്. ഇതിനൊക്കെ വേറെ വാല്യൂ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കണ്ടാൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1 - 3 sin squared theta cos squared theta. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താലും ആൻസർ കിട്ടും. അങ്ങോട്ട് പോകണ്ട. ഓക്കെ, നെക്സ്റ്റ് cos 29 π/3. ഇത് മിക്ക കുട്ടികൾക്ക് ഇത്തിരി പാടായിട്ടുള്ളതാണ് അല്ലേ? 29 π/3. ഞാൻ ആദ്യം നമ്മുടെ ഡിഗ്രിയിലോട്ട് ചെയ്ത് അങ്ങ് ചെയ്യാം, എല്ലാവർക്കും ഇത്തിരി മനസ്സിലാവും. ഓക്കെ, ആൻസർ cos ഓഫ് 29 π/3 ഈസ് ഈക്വൽ ടു cos ഓഫ് 29 π/3. നമ്മൾ π/3 എത്ര മാനം? ഡിഗ്രി 60 ആണ്. അപ്പോൾ 29 × 60 അല്ലേ? 29 × 60 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി 30 × 60 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ എത്ര മനേത്? 1800 അല്ലയോ? ആണല്ലോ. അപ്പോൾ 29 × 60 എന്ന് പറയുമ്പോൾ ഒരു 60 അങ്ങ് കുറച്ചാൽ മതി. ആൻസർ 1740. ഓക്കെ, ആൻസർ cos ഓഫ് 1740 ഡിഗ്രി ചെയ്ത് അത്രയായല്ലോ. ഈ 1740 എന്ന് പറയുമ്പോൾ ഈ 360യുടെ ഒരു മൾട്ടിപ്പിളിന് അടുത്തുള്ളതാണ്. നമുക്കറിയാം 360 × 1 360, 360 × 2 720, 360 × 3 1080, 360 × 4 1440, ആൻഡ് 360 × 5 1800. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അത് മനസ്സിലായി. അപ്പോൾ cos 1740 ക്യാൻ ബി cos ഓഫ് ആരായിരുന്നു ഞാൻ പറഞ്ഞത്? 1800 കേട്ടോ. cos 1800 ആണ്. 1800 നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 5 ×
360 അല്ലേ? 5 × 360 എത്ര എന്നാണ് പറഞ്ഞത്? 1800 അല്ലേ? ഇത് 1700 ആയി മോനെ. 1740 മതി, ഒരു 60 അപ്പോൾ കുറച്ചാൽ മതി. ഓക്കെ, വേറെ മെത്തേഡ് ഉണ്ട് കേട്ടോ. 29/3 നമുക്ക് പൈ തന്നെ ചെയ്യാം, പക്ഷെ അത് മിക്ക കുട്ടികൾക്കും പാടാം. ഇതാകുമ്പോൾ ഡിഗ്രി ആയതുകൊണ്ട് ഇച്ചിരി എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ കോസ് ഓഫ് 5 × 360, 5 × 360 എന്ന് പറഞ്ഞാൽ 1700. 1700 നിന്ന് 60 പറഞ്ഞാൽ 1740. ഓക്കെ, നമുക്കറിയാം ഈ 5 × 360 എന്ന് പറയുമ്പോൾ 360-ലൊന്നും ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യത്തില്ല, റിഡക്ഷൻ അപ്ലൈ ചെയ്താൽ. അപ്പോൾ ആൻസർ കോസ് ഓഫ് ആരെ തന്നെ കിട്ടും? 60 കിട്ടും. ഇത് ഏത് ക്വാഡ്രൻ്റാണെന്നറിയാമോ? 4th ക്വാഡ്രൻ്റാണ്. 4th ക്വാഡ്രൻറ്റിൽ കോസ് എന്താ മോനെ? പോസിറ്റീവാണ്. ആൻസർ കോസ് 60. ആൻസർ എത്രയാണ്? 1/2 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോക്കിയാണേ, ഇതാണ് ഒരു 360. ഇതെന്താണ്? 2 × 360. ഇതെന്താ? 3 × 360. ഇത് 4 ഇതെന്താ? 5 × 360 മൈനസ് എന്ന് പറഞ്ഞാൽ 5 തവണ ഇങ്ങനെ കറങ്ങിയിട്ട് ഒന്ന് താഴോട്ട്. അപ്പോൾ ഏത് ക്വാഡ്രൻറ്റിൽ തന്നെയാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റാണ്. പ്ലസ് ആയിരുന്നെങ്കിൽ ഇത് ഫസ്റ്റിലോട്ട് ആഡ് ചെയ്യാനും, മൈനസ് ആയതുകൊണ്ട് 4th തന്നെ നിന്നു. അതുകൊണ്ട് കോസ് ഓഫ് ആൻസർ 60. കോസ് 60 is 1/2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു വേറെ നമ്പറൊക്കെ വരാം, അല്ലാതെ കോസ് 29/3 തന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. 29/3, 19/3 ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. ഏത് വന്നാലും നിങ്ങൾ ഇതേപോലെ മാക്സിമം സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കണം. നെക്സ്റ്റ് ഒരു അടിപൊളി ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കുക. sin raised to 4θ പ്ലസ് മറ്റൊരു അടിപൊളി ചോദ്യമാണ് അടുത്തത്. എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. sec raised to 4θ plus sec squared θ is equal to 10 plus tan raised to 4θ plus tan squared θ. Then what is sin square θ? നല്ലൊരു ചോദ്യമാണ്, ഒരു എൻട്രൻസിനെ പറ്റിയ അടിപൊളി ചോദ്യം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോണം. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ ഇത്തിരിയുടെ സിമ്പിളാവും. ഒന്ന് കണ്ടുപിടിച്ച് ഇതിനുള്ളിൽ ആ അറേഞ്ച്മെൻറ്റ് എന്ത് നടത്തിയാൽ എങ്ങനെ ആവുമെന്നൊക്കെ ഒന്ന് ചിന്തിച്ചേ. എവിടെയെങ്കിലും ആർക്കെങ്കിലും കത്തുന്നുണ്ടോ നോക്കിക്കേ. ഇത്രയിനുള്ളിൽ നോക്കിക്കേ, ഈ ടാൻ സ്ക്വയർ തീറ്റ ലെഫ്റ്റ് വന്നാൽ ഇവിടെ ആരുണ്ട് മോനെ? sec squared തീറ്റ അല്ലേ? അപ്പോൾ sec squared തീറ്റ മൈനസ് ടാൻ സ്ക്വയർഡ് തീറ്റ ബിക്കംസ് 1. ഓക്കെ, അതൊരു സിംപ്ലിഫിക്കേഷൻ. ഇനി ടാൻ റൈസ് 4θ ഇയാളുടെ വന്നാൽ sec റൈസ് 4θ മൈനസ് ടാൻ റൈസ് 4θ. ഓക്കെ, അപ്പോൾ a റൈസ് 4 മൈനസ് b റൈസ് 4 a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് മാറ്റണം. പിന്നെ നമുക്ക് ചെയ്ത് നോക്കാം, എല്ലാം കൂടെ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് sec റൈസ് 4θ ഉണ്ട്, ഇവിടെ ആരുണ്ട് മോനെ? sec squared θ ഉണ്ട് അല്ലേ? പ്ലസ് ഈ ടാൻ റൈസ് 4θ എന്തുണ്ട്? ഇവിടോട്ട് ഞാൻ എഴുതുവാണ് മൈനസ് ടാൻ റൈസ് 4θ. ഓക്കെ, ഈ sec squared θ എഴുതി, മൈനസ് ടാൻ സ്ക്വയർഡ് θ ഈസ് ഈക്വൽ ടു 10. ഓക്കെ, രണ്ടുപേരും ഇപ്പുറത്ത് വന്നു. ഇപ്പുറത്ത് വന്നപ്പോൾ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇയാളോട് ഇയാൾ എഴുതി, ഇയാളോട് ഇയാൾ എഴുതി. അപ്പോൾ ഈ ടേം ആരായിട്ട് മാറിപ്പോയേ? 1. ഓക്കെ, this is in the form of a raised to 4 minus b raised to 4 can be a squared plus b squared into a squared minus b squared. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: sec squared θ പ്ലസ് tan squared θ ഇൻറ്റു sec squared θ മൈനസ് tan squared θ എന്ന് എഴുതാം. ഇയാളെ a raised to 4 മൈനസ് പ്ലസ് ഇയാൾ ആരായിട്ട് മാറി? 1. ഈക്വൽ എത്രയായി? 10. ഓക്കെ ആണല്ലോ അതുവരെ. ദാറ്റ് ഈസ് sec squared θ പ്ലസ് tan squared θ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് 1 ആവും. അപ്പോൾ ഇതേ ഇൻറ്റു 1 ആര് തന്നെയാണ്? sec squared θ പ്ലസ് ആരായി? tan squared θ കേട്ടോ. ഇതേ ഇൻറ്റു ദിസ് ബിക്കംസ് 1. അപ്പോൾ ഇതേ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പ്ലസ് 1 ഈസ് ഈക്വൽ എത്രയാണ്? 10. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 1നെ അപ്പുറത്ത് കൊണ്ടുവരാനൊക്കെ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, പിന്നെയും നമ്മൾ ഇച്ചിരി ദൂരം സഞ്ചരിക്കേണ്ടി വരും. ബട്ട് ഇവനെ ഒരുമിച്ചൊന്ന് വായിച്ചാൽ അതൊരു റിസൾട്ടായിരുന്നില്ലേ? 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആരാ? sec squared തീറ്റ. ഇതാരാ? sec squared തീറ്റ. അപ്പോൾ എത്ര എണ്ണമായി? 2 sec squared തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് 2 sec squared തീറ്റ ഈക്വൽ 10. ദാറ്റ് ഈസ് sec squared തീറ്റ ഈസ് ഈക്വൽ ടു 10/2. എത്ര കിട്ടും? 10/2 5. sec squared തീറ്റ 5 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ cos squared തീറ്റ എത്ര ആയിരിക്കും മോനെ? 1/5. നമുക്ക് വേണ്ടത് അതല്ല മോനെ, sin squared തീറ്റയാ. cos squared തീറ്റ അറിയാവുന്നതിന് പിന്നെ sin squared തീറ്റ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ഇവർ നമ്മളുടെ റിസൾട്ട് നോക്കണം. sin squared തീറ്റയെ നമുക്ക് കണ്ടുപിടിക്കാൻ 1 മൈനസ് ആരെന്ന് ഉപയോഗിച്ചാൽ മതി? cos squared തീറ്റ. പഠിച്ചിട്ടുള്ളതാ. sin squared തീറ്റ പ്ലസ് cos squared തീറ്റ 1. അവിടുത്തെ sin squared തീറ്റ ഈക്വൽ ടു 1 മൈനസ് cos squared തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ്
കോസ് സ്ക്വയർ തീറ്റ ഈസ് 1/5. ഓക്കെ, അപ്പോൾ 1/5. ഇനി പിന്നെ സ്ക്വയർ ഒന്നും ചെയ്യല്ലേ, ഇത് ഓൾറെഡി കോസ് സ്ക്വയർ തീറ്റയാണ്. പദം കൊടുത്താൽ ഇത് 1/5. നമ്മൾ LCM എടുത്ത് ചെയ്യുമ്പോൾ ബൈ 1 വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ 5 × 1 5 - 1 × 1 1/5 becomes 4/5. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് 4/5. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു ഇല്ലയോ? നല്ല രസകരമായിരുന്നു, ചെയ്യാൻ നല്ല കുട്ടി സിംപ്ലിഫിക്കേഷൻ ഒക്കെ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് തകർത്തേക്കണം, ഷെയർ ചെയ്ത്. ഗുഡ് ബൈ.